ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാനൊരു 10 കാഷ്യൂനട്ട് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ല പഴുത്ത 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസുള്ള 3 നേന്ത്രപ്പഴം. അത് തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്തിട്ട് നേന്ത്രപ്പഴം കൂടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കാൻ മതി. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ഒരു പകുതി ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷായിട്ട് ചെറുകി എടുത്തിട്ടുള്ള തേങ്ങ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ഉണ്ട ശർക്കര ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്, ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കല്ലുള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ ഇത് ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. അപ്പോൾ ഒരുപാട് വെള്ളമായി പോകാതെ നോക്കണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അതേ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അവൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മട്ടവലോ വെളുത്തവലോ ഏത് അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു 13 ദിവസത്തോളമായി 12-13 ദിവസത്തോളമായി വീഡിയോ ഒന്നും ചെയ്യാതായിട്ട്. വേറൊന്നുമല്ല, എനിക്ക് അത്യാവശ്യം നല്ല പനിയും ജലദോഷവും കഫക്കെട്ടും ചുമയും ഒക്കെ ആയിരുന്നു. നല്ല തലവേദനയായിരുന്നു. അതോടൊപ്പം തന്നെ കണ്ണിനും നല്ല വേദനയായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നത്. ഇനി അതെ ഇതിലേക്ക് നന്നായിട്ടൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത ശർക്കരയൊക്കെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ വരുന്ന വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കര പാനിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഒരു കമ്മ്യൂണിറ്റിയിൽ പോലും പോസ്റ്റ് പോലും ഇടാതിരുന്നത് കണ്ണ് നല്ല വേദന ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫോണിലേക്കൊന്നും നോക്കാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ അത്യാവശ്യം ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചുമ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഫുള്ളായി മാറിയിട്ടില്ല, ചെറിയ ഒരു ചൂടുണ്ട്. കൈകൊണ്ടിൽ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റിയതായ ഒരു ചൂടാണ്. അപ്പോൾ നമുക്കിത് കൈകൊണ്ട് ഇതേപോലെ നമുക്ക് വേണ്ട വലുപ്പത്തിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്കിത് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനും പറ്റും. അതുപോലെ തന്നെ 4 മണിക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും പറ്റും. ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അതോടെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ആവശ്യത്തിന് 1 നുള്ളി ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന നല്ല ജീരകം, ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്കൊരു ലൂസ് ബാറ്ററാക്കി എടുക്കാം. ഒരുപാട് ലൂസുമല്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടും തിക്കായിട്ടും ഇരിക്കാൻ പാടില്ല. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ്. മഞ്ഞളുടെ ഫ്ലേവറോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടിയിൽ. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഓരോ ബോൾസായിട്ട് മുക്കിയിട്ട് നമ്മൾ സാധാരണ സുഗിയനൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെ തന്നെ ആ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണയും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതിയാകും. എണ്ണയുടെ ചൂടിനനുസരിച്ച് ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടിത് അപ്പുറവും ഇപ്പുറമൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അടിപൊളി സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ എല്ലാവരുടെ വിശേഷങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ അതെ നമ്മൾ ആദ്യം ഇട്ടത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.